കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്. രണ്ട് മൂന്ന് ചലഞ്ച് ഞാനും നന്നും കൂടെ ചെയ്ത് ഫ്ലോപ്പ് ആയി പോയായിരുന്നു. അത് ചലഞ്ച് പോലെ ആയിരുന്നില്ല. അപ്പൊ ഇന്ന് ഞങ്ങളൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ്. ഇന്ന് ഞങ്ങളൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ്. ബിരിയാണി ഈറ്റിംഗ് ചലഞ്ച് ആണ് കേട്ടോ. എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ബിരിയാണി ഉണ്ട്. ഞങ്ങൾ 3 പേരില് ആരാ വേണ്ട പ്ലേറ്റ് ഒന്നും വേണ്ട, ആരാ ആദ്യം തിന്ന് തീർക്കുന്ന അവർക്കാണ് ഫസ്റ്റ്. അപ്പൊ നമ്മള് ബിരിയാണി തിന്നാൻ പോവാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയാലോ. റെഡി 1 2 3 സ്റ്റാർട്ട് പറയട്ടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഊതി കളഞ്ഞാണോ? കണ്ടന്റ് ഞങ്ങള് കായംകുളത്തുനിന്ന് എന്താ കേക്ക് ഹൗസിൽ നിന്ന് വാങ്ങിച്ചതാ. ടെൻഷനാണ്. പിന്നെ അങ്ങനെ എപ്പോഴും ഇത് ചെയ്യുമ്പോ മട്ട വീഡിയോ ചെയ്യുമ്പോഴല്ലേ ഞാൻ പൊതുവെ ഇങ്ങനെ തിന്നുന്നത്. പൊതുവേ സോറി ഗൈസ്, വെള്ളം കൊണ്ടുവരാൻ വൈകിപ്പോയി. ചിക്കൻ ബീച്ച് ചിക്കൻ ബീച്ച് അവക്ക് മാത്രമേ കാലി കിട്ടുള്ളൂ ഗൈസ്. കൊതുകാണ് ഗൈസ് ഇവിടെ മൊത്തം. വീട്ടിനകത്തിരുന്ന വെട്ടം കിട്ടത്തില്ല, അതുകൊണ്ടാ പുറത്തിറങ്ങിയപ്പോ കൊതുക് സമയം. കൊതു പപ്പടം നീ വെച്ചായിരുന്നോ? എന്റെ പപ്പടം പറഞ്ഞ മിസ്സിംഗ് ആണ് ഗൈസ്. എനിക്ക് പപ്പടം കിട്ടിയില്ല. എന്താ തീരാറായി. നല്ല അടിപൊളി ബിരിയാണി അല്ലേ? പക്ഷെ തിന്നുന്നുണ്ട്, ആസ്വദിക്കാൻ പറ്റുന്നില്ല ഗൈസ്. നല്ല ബിരിയാണി. പയ്യെ തിന്നുന്ന ആരാ അവരോ സമ്മതിച്ചോ? ഇല്ല, ഞാനെങ്കിൽ നിങ്ങളെല്ലാം തോക്കും, ഞാൻ ജയിക്കും. പിന്നെ എന്റെ നോട്ടേ നടക്കൂ. ചിക്കൻ കിട്ടും അങ്ങോട്ട് മിക്സ് ചെയ്യാം. മുട്ട ശരിയാക്കത്തില്ലേ? ഇത്രയായി എന്റെ.
തന്നെ എനിക്ക് മേടിക്കണം. ഫസ്റ്റ് ആഴ്ച എന്തുവാ ഒന്നുമില്ല, എന്റെ സ്നേഹം. ഫസ്റ്റ് അടിക്കുന്ന ഒരു പാത്രം കഴിയോ? ആ ഫസ്റ്റ് അടിക്കുന്നൊരു ലാസ്റ്റ് തോക്കുന്ന ഒരു പാത്രം കഴിയോ? അത്രല്ലോ. ഈ പാത്രമല്ല, അടുക്കളയിൽ പാത്രമുണ്ട്. ഈ ചലഞ്ച് ജയിക്കുന്നവർക്ക് എന്തോ സമ്മാനം? തിന്നണം, ചോറ് മാത്രം തിന്നിട്ട് കാര്യമില്ല. തിന്നണം. ബിരിയാണിക്കത്തേന് പീസ് ഇരുന്നുണ്ട് തിന്നാനാ. ആഹാ എഴുതിയെന്തോ ജയിക്കുന്നവർക്ക് എന്തോ സമ്മാനം? ജൂലിയെ കൊണ്ടൊരു ഉമ്മ. ജൂലിയുടെ വക ഒരു ഉമ്മ. തോക്കുന്നവർ ഞങ്ങള് ജൂലിയെ കുളിപ്പിക്കുക. സമ്മതിച്ചോ? വലിയ ജോലിയല്ലല്ലോ. അല്ല, ഞങ്ങളെ ജൂലിയുടെ കൂട് കഴിയുക. പിന്നെ തോക്കുന്നവരൊക്കെ ആയിട്ടും 2 പ്രാവശ്യം വേണ്ട കയറി ഇറങ്ങണം. അത് തോക്കുന്ന നിങ്ങൾ രണ്ടുപേരായിരിക്കുമല്ലോ. എന്റെ തീർന്നിരിക്കുകയാണ്. ആ കാണിച്ചോണ്ടിരി. കൊതുകൊള്ളാണ്ടാണ് ഇരുന്നാൻ പറ്റത്. നാളത്തെ നാരങ്ങ തീറ്റിത്തലുണ്ട്. നാളത്തെ നാരങ്ങ പാവക്കാ തീറ്റി വെച്ചാലോ? നിങ്ങൾ എടുത്തായിരുന്നല്ലോ കേട്ടോ. എന്തെങ്കിലും ചേച്ചി നീയും കൂടി മുളക് തീറ്റി സിനുവിനും മാമിയും കൂടെ വെച്ചാൽ അവര് കഴിക്കും. എന്താ ഒരു പിന്നെ മുളക് അവരുണ്ടോ? അവർക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്. കൂടി അനുവദനീയമല്ല ഇത്. തീർന്നോ? അതറിയായിരുന്നു ഞങ്ങക്ക്. 2 പെണ്ണുങ്ങളും ഒരാണും കൂടി ആര് ജയിക്കും? പ്രത്യേകിച്ച് ഞാൻ മത്സരിക്കാൻ ഇരുന്നല്ല, ബിരിയാണിയോടുള്ള ഇതുകൊണ്ടങ്ങ് ഇരുന്നു. കൊതികൊണ്ടിരുന്നതാ. അപ്പൊ സോറി ഗൈസ്, ഞങ്ങള് തോറ്റു. ടെൻഷനും ജയിച്ചു. അപ്പൊ ഇതൊക്കെ വേസ്റ്റാണ്, അധികമാണ്. ഇനിയിപ്പോ ഞങ്ങള് തിന്നിട്ട് കാര്യമില്ലല്ലോ, ജയിച്ചല്ലോ. ഇനി മത്സരിച്ചിട്ട് കാര്യം. എനിക്ക് വൈകി, എന്റെ വയറ് നിറഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇനി എന്തെങ്കിലും ചലഞ്ച് നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്താൽ മതി, ഞങ്ങൾ ചെയ്യാം. പിന്നെ ആദ്യത്തെ ഇങ്ങനത്തെ ചലഞ്ചൊക്കെ ആദ്യത്തെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ പറ്റില്ലേ? ഓ, നല്ല അടിപൊളിയായിട്ട് നിന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വരും. അപ്പൊ നമ്മള് ആദ്യമായിട്ട് ചെയ്തുകൊണ്ടാണ്, നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഞങ്ങൾ ഏത് പിന്നെ ചലഞ്ചാ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്താൽ മതി, ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ 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 ബൈ.